ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉറുമ്പിനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ മഞ്ഞപ്പൊടി അതേപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുക്കാം. ഒഴിവാക്കിയ പാനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം ഗ്യാസ് കത്തിച്ച് നന്നായി കുറച്ചൊന്ന് നമ്മുടെ മഞ്ഞപ്പൊടി ചൂടാക്കണം. അപ്പോൾ ഏകദേശം ആ മഞ്ഞപ്പൊടിൻ്റെ ഒരു കുത്തുന്ന ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അതുവരെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മഞ്ഞപ്പൊടി അത്യാവശ്യം ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു മഞ്ഞയുടെ ഒരു സ്മെല്ല് നന്നായിട്ടൊന്ന് വരും. ഇനി ഈ ഒരു മിശ്രിതത്തിലേക്ക് ഇനി നമുക്ക് അടുത്തതായി വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കടുകാണ് കേട്ടോ. അപ്പോൾ കടുക് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഇടുക്കിയിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കടുക് അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി, വല്ലാണ്ടൊന്ന് പൊടിഞ്ഞ് പോകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഏകദേശം ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു മിക്സും കൂടിയാണ് നമുക്ക് വേണ്ടത്. മഞ്ഞൾപ്പൊടിയും കടുകും കൂടി ചേരുമ്പോൾ തീർച്ചയായും ഉറുമ്പിന് നല്ലൊരു പരിഹാരമാണ്. ഉറുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിന് നല്ലൊരു പരിഹാരമാണ് കേട്ടോ അത്. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ ആ ഒരു മിക്സിങ് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മിക്സിങ് നമുക്ക് ഇതിലേക്കും കൂടി ഇട്ട് കൊടുത്ത് ഇത് അടക്കം കൂടി നമുക്ക് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഉറുമ്പ് അപ്രത്യക്ഷമാകുന്നത് നമുക്ക് ലൈവായി തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉറുമ്പുള്ള ഭാഗത്ത്, അതേപോലെ ഉറുമ്പ് വരുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ആ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ട് തന്നെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനത് ആ ടിഷ്യൂവിൻ്റെ ആ പേപ്പറിലേക്ക് തന്നെ ഇത് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞൾ അറിയാലോ, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഈ പാമ്പ് അതുപോലെ തന്നെ ഇഴജന്തുക്കൾക്കൊക്കെ ഭയങ്കര ഒരു പ്രശ്നക്കാരനാണ് മഞ്ഞളുടെ ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കുത്തുന്ന ഒരു സ്മെല്ലായതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിങ് നമുക്ക് ഇതുപോലെയുള്ള ഇഴജന്തുക്കൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. നമ്മുടെ ഉറുമ്പ് മാത്രമല്ല, പ്രാണി, പാറ്റ, ഇവക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ഞാനിത് ഈ കിച്ചൻ്റെ കൗണ്ടറിൽ ഇതുപോലെ ഈ അരുവിലൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഈ മുകളിൽ ഈ ജോയിന്റ് ഉണ്ടാവില്ല, ഈ ടൈലിൻ്റെ ഒക്കെ ഒരു ജോയിന്റ് വരുന്ന ഭാഗത്തൊക്കെ ഉറുമ്പ് പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഡോറിൻ്റെ ഇതുപോലെയുള്ള ജോയിന്റുകളിലൊക്കെ ഉറുമ്പ് കുമിങ്ങി കൂടാറുണ്ട്. ചിലപ്പോൾ തന്നെ ഒരുപാട് മണ്ണൊക്കെ പൊക്കി അതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പരിഹാരം കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക.